ജനുവരി 13-നാണ് മൂത്ത പെൺകുട്ടി കൃതികയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിനു ശേഷം വീട്ടിൽ നിന്ന് മുഖം മറച്ച് രണ്ടുപേർ ഇറങ്ങിപ്പോകുന്നത് കണ്ടെന്ന് അനിയത്തി ശരണ്യ മൊഴി നൽകിയിരുന്നു. ബന്ധുവായ മധു മൂത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ വാളയാർ പോലീസ് മധുവിനെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തയാളെ വിശദമായി ചോദ്യം ചെയ്യാതെ പോലീസ് വിട്ടയച്ചെന്നാണ് ആരോപണം. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മധുവിനെ സംരക്ഷിക്കാൻ ജില്ലാ നേതൃത്വവും CPM പ്രാദേശിക നേതൃത്വവും നേരിട്ട് ഇടപെട്ടെന്നാണ് ആരോപണമുയർന്നത്. ഈ കേസുമായിട്ട് CPMന്റെ പ്രാദേശിക നേതാക്കൾക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആരോപണം CPMും ഡിവൈഎഫ്ഐയും നിഷേധിച്ചു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. നിലവിൽ പ്രതിയാണ് എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു, ഇയാളെ സഹായിച്ചു എന്ന നിലയിലുള്ള ഒരു പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിലയിലും ഇത് ശരിയല്ല. അറസ്റ്റിലായ മധു രാഷ്ട്രീയ സംഘർഷങ്ങളിലും കുത്തുകേസുകളിലും പ്രതിയാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.